പ്രിയമുള്ള പ്രേക്ഷകരെ, നിങ്ങളുടെ നാളെയിൽ നാം ചർച്ച ചെയ്യുന്നത് നാളെ 2025 ജൂലൈ മാസം 4-ാം തീയതി, അതായത് 1200 മിഥുനമാസം 20-ാം തീയതി വെള്ളിയാഴ്ച. ശുക്രൻ്റെ ദിനമാകുന്നു വെള്ളിയാഴ്ച. നാളത്തെ തിഥിയും വെളുത്തപക്ഷത്തിലെ നവമി തിഥിയാകുന്നു. നാം പ്രത്യേകിച്ച് പൂജാ സമയത്ത് കന്നിമാസത്ത് നവമിക്ക് ദേവിക്ക് പ്രാധാന്യമുള്ള ദിവസമാണ് നവമി. അഷ്ടമി, നവമി, ദശമി ഈ തിഥികളിലാണ് പ്രധാനപ്പെട്ട ദേവിയുടെ ഉത്സവങ്ങളൊക്കെ നടക്കുന്നത്. എങ്കിലും തിഥി നവമി, വെളുത്തപക്ഷത്തിലെ നവമിയാണ്, തിഥിയാണ്. എങ്കിലും തിഥി നവമി തിഥി തിഥിയാണ്, അത് ഒഴിഞ്ഞ തിഥിയാകുന്നു. ചതുർത്ഥി, നവമി, ചതുർദശി ഒഴിഞ്ഞ തിഥിയെ സൂചിപ്പിക്കുന്നു. അതിനാൽ സാമ്പത്തികമായ വിഷയങ്ങളിൽ നാളത്തെ തിഥി അത്ര അനുകൂലമല്ല. വെള്ളിയാഴ്ച സ്വതവേ നിങ്ങൾ ശ്രദ്ധിക്കണം. സ്ത്രീകൾ, നാൽക്കാലികൾ ഒന്നും സഞ്ചരിക്കുവാൻ അനുകൂലമായ ദിവസമല്ല വെള്ളിയാഴ്ച. അപ്രകാരം തന്നെ ഗർഭിണികളും സഞ്ചരിക്കുന്ന ദിനം വെള്ളിയാഴ്ച അത്ര ശുഭകരമല്ല. നാളത്തെ നക്ഷത്രം ചിത്ര നക്ഷത്രമാകുന്നു. ചിത്ര വാങ്ങാനും കൊടുക്കുവാനും അത്ര നല്ലൊരു നക്ഷത്രമല്ല. കൃത്രിക, ഭാഗ്യം, മൂലാശ്ച, മക, ചിത്രാച, രേവതി. കാർത്തിക, ഭാഗ്യം എന്ന് വെച്ചാൽ ഉത്രം, മൂലം, മകം, ചിത്ര, രേവതി. ചിത്ര ആദാതവ്യം എന്ന ദാതവ്യം, വാങ്ങരുത്, കൊടുക്കരുത്. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ തച്ഛേഷം വിനശ്യതി, അതിനെ ബാക്കി പോലും നഷ്ടപ്പെടുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിനാൽ ഒഴിഞ്ഞ തിഥിയാണ്. നക്ഷത്രവും വാങ്ങാനും കൊടുക്കാനും പറ്റാത്ത നക്ഷത്രമാകുന്നു. സാമ്പത്തികമായൊരു ഇടപാടുകൾക്കും നാളത്തെ ദിനം അനുകൂലമല്ല. യാത്ര ചെയ്യാം, ചില ഭൂമി വാങ്ങാനും കൊടുക്കുവാനുള്ള രീതിയിലുള്ള ചർച്ചകളൊക്കെ നടത്തും. പക്ഷേ സാമ്പത്തിക വിഷയത്തിലേക്ക് നാളെ സംസാരമാകാം. പക്ഷേ അഡ്വാൻസ് കൊടുക്കുന്ന വിഷയങ്ങളൊന്നും നാളെ ആചരിക്കേണ്ടതില്ല. നാളെ അങ്ങനെയുള്ള ഒരു സംസാരമുണ്ടെങ്കിൽ ആ സംസാരത്തിന് അനുകൂലമായ സമയവും 1:05 മുതൽ 3 മണി വരെയുള്ള സമയമാകുന്നു. കാലഹോരയൊക്കെ നല്ലതാണ്. അതിനുവേണ്ടി നിങ്ങൾ ഉത്സാഹിക്കുക. നാളെ ഭൂമി പൂജ ചെയ്യുന്നത് വളരെ ഗുണമാണ്. നിങ്ങൾക്ക് ഭൂമിപരമായ വിഷയങ്ങളിൽ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ സ്ഥലമെടുത്ത് അടുത്തുള്ള വരാഹമൂർത്തി ക്ഷേത്രത്തിൽ പോയി ഭൂമി പൂജ ചെയ്യുക. ആ സമയത്ത് നിങ്ങളുടെ മന്ത്രം എന്തായിരിക്കണം? ഓം വരാഹമൂർത്തയേ നമഃ. ഈ മന്ത്ര ജപത്തിലൂടെ വരാഹമൂർത്തി സ്വാമിയുടെ അനുഗ്രഹം വാങ്ങാം. ഭൂമി വിൽക്കുവാനുള്ള എല്ലാ സംവിധാനവും വരാഹമൂർത്തി സ്വാമി എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.